ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുക്കാത്ത കടലയാണ്, അതുകൊണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ട് നന്നായി വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ കടല നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇപ്പം ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ കടല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ മിക്സി നിർത്തി പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ പീനട്ടിൽ ഓയിലൊക്കെ ഇറങ്ങി വന്നാൽ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. ഇപ്പം ഞാനിതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേനാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടുതലാവണ്ട, 1 നുള്ളു തന്നെ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്നുകൂടെ അരച്ചെടുക്കാം. ഇപ്പം ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് മധുരത്തിന് 1 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തതിന് പകരമായിട്ട് തേൻ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ കുറച്ചുകൂടെ ലൂസ് വേണമെങ്കിൽ കുറച്ച് ഓയിലോ തേനോ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ അരച്ചെടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്